ഞാനിവിടെ കുറച്ച് ധാന്യങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ധാന്യങ്ങളൊക്കെ സാധാരണ ഇതുപോലെ കൂടുതലായി മാർക്കറ്റിൽ നിന്ന് വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ പ്രാണിയും ഒക്കെ വന്നിട്ട് ധാന്യങ്ങൾ പെട്ടെന്ന് കേട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലെ ഒരു ഉണക്ക മുളക് ഒന്നായി അതിനകത്തേക്ക് വെക്കുകയാണെങ്കിൽ പ്രാണികൾ വരില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നായി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ തണ്ടിലൂടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇതായിട്ടും അതുപോലെ ആ വറ്റൽമുളകിന് വല്ല പൂപ്പലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ധാന്യങ്ങൾ മൊത്തമായിട്ട് നമുക്ക് കേടുവന്ന് പോവാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ തണ്ടിൻ്റെ ആ തണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തുള്ളതുപോലെ സീഡ് ഉണ്ടല്ലോ, വറ്റൽമുളകിൻ്റെ സീഡ് നമ്മൾ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ശരിക്കും പറയണമെങ്കിൽ ഈ മുളകിൻ്റെ നല്ലൊരു കാരം കയറിയിട്ട് നമുക്ക് അതിനകത്ത് ഒന്നും തന്നെ വരില്ല കേട്ടോ. പ്രാണിയോ ഒന്നും പെട്ടെന്ന് വരികയും ചെയ്യില്ല. അതേപോലെ നമ്മളിത് അതിൻ്റെ ഉള്ളത്തെ സീഡൊക്കെ എടുത്ത് മാറ്റിയിരിക്കുന്ന ആ വറ്റൽമുളകിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ